ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 2019 ഈ ചാപ്റ്ററിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഗിവൺ ഫിഗർ ഈസ് ദ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് എ ബി is equal to AC is equal to 25 centimeter and BD is equal to DC is equal to 15 centimeter. Then what is the length of its base edge? Second question, find the LSA of the pyramid. 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഇൻ ദി ഗിവൺ ഫിഗർ, ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. ഈ ഫിഗർ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ ഫേസ് ആണ്. നമുക്കറിയാം, ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഒരു സ്ക്വയർ രൂപത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു സ്ക്വയർ പിരമിഡിന് നമ്മൾ അതിൻ്റെ നെറ്റ് ഡ്രോയിങ്. അപ്പോൾ അതിൻ്റെ ഒരു ലാറ്ററൽ ഫേസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ലാറ്ററൽ ഫേസ് ആണ് 4 ലാറ്ററൽ. വി നോ ദാറ്റ് ഒരു സ്ക്വയർ പിരമിഡിന് 4 ലാറ്ററൽ ഫേസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ ഓരോ ലാറ്ററൽ ഫേസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലാറ്ററൽ ഫേസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ എ ബി ഈസ് ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ദെൻ ബി ഡി ഈസ് ഈക്വൽ ടു ഡി സി ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ഈ ലെങ്ത്താണ്. സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ ബേസ് എഡ്ജും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെങ്ത്ത് ഇവിടെ കാണിക്കുന്നത് ഈ ബി സി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. ഈ ഒരു ഫിഗറാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബേസ് ആണ്, അല്ലെങ്കിൽ ഈ ബേസ്. സോ ഇറ്റ് ഈസ് ഹിയർ ബി സി. സോ ദ ബി സി is here BD plus DC, that is 15 plus 15. So first question answer A. Base edge is equal to DC, that is BD plus DC, that is 15 plus 15 is equal to 30 centimeter. So the base edge of this square pyramid is 30 centimeter. Next നമുക്ക് കാണാനുള്ളത് find the lateral surface area of the pyramid. Find the lateral surface area of the pyramid. ഇതാണ് നമുക്ക് കാണുന്നത്. ഇനി we know lateral surface area കാണുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? 2AL. L 2 into A. A is this base edge. Then L is the slant height. Slant height എന്ന് പറയുമ്പോൾ എന്താണ്? Slant height, see here, ഇവിടെ ഇതാണ് ലാറ്ററൽ ഫേസ്. ഈ ലാറ്ററൽ ഫേസിൻ്റെ ഈ സൈഡ്, ദാറ്റ് ഈസ് ദിസ് ഗിവൺ 25 എന്ന് പറയുന്ന ഈ സൈഡ് നമുക്കറിയാം ലാറ്ററൽ എഡ്ജ്, ഇത് ബേസ് എഡ്ജ്. ദെൻ ദിസ് ഡോട്ടർ ഫിഗർ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ കാണുന്നതിന് സ്ലാൻഡ് ഹൈറ്റ് കാണേണ്ടതുണ്ട്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കാണാൻ ഈ ഒരു ഡിസ്റ്റൻസ് എ ഡി, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ഡി. നൗ ഇൻ ദി ഗിവൺ ഫിഗർ ഇവിടെ എ സി തന്നിട്ടുണ്ട്, ഡി സിയും തന്നിട്ടുണ്ട്. ദെൻ എ ഡി സി എന്ന് പറയുന്ന ഈ ഫിഗർ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഇതൊരു മട്ടത്രികോണമാണ്. നമുക്കറിയാം ഈ ഒരു സ്ലാൻഡ് ഹൈറ്റിൽ ഇവിടെ വരയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ എ ഡി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അല്ലേ? എ ഡി സി ഒരു മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ എ ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് എ ഡി നമുക്ക് കാണാൻ പറ്റും. എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലെങ്കിൽ കർണം സ്ക്വയർ മൈനസ് ദിസ് ബേസ് സ്ക്വയർ, അല്ലേ? സോ അതായത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് ഡി സി സ്ക്വയർ. സോ ഫസ്റ്റ് നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കാണാം. ഫോർ ബി, സ്ലാൻഡ് ഹൈറ്റ്
is equal to here AD. So which is equal to AD is square root of AC square minus DC square. That is square root of AC square 25 square minus 15 square. Now this is equal to 25 square 625 minus 15 square 225. This is equal to 400. Square root of 400 is 20. So slant height or L is equal to 20 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് പാർശ്വോന്നതി അല്ലെങ്കിൽ സ്ലാൻഡ് ആയിട്ട് 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നൗ ദ lateral surface area is equal to 2 into 2AL. That is 2 into A. First നമ്മൾ കണ്ടു 30 centimeter into L is equal to 20 centimeter. So this is equal to 2 into 30 60 into 20 centimeter. That is 6 into 2 1200 centimeter square. These are all centimeters. So 1200 centimeter square is the lateral surface area of this this square pyramid. Okay, so let us move to the next question. Okay, 2019 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Radius of a cylinder is equal to its height. If the radius is taken as r, small letter r, comma, volume of the cylinder is pi r square into r is equal to pi r cube. Like this, find the volume of the solids with the following measures. First, solids, cone, their radius and heights are equal, given as r. Hemisphere, its radius is given as r. Sphere, its radius is given as r. We have to find the volumes of these three solids. Then, what is the first question? What is the ratio of the volumes of cone, hemisphere, cylinder and sphere? Next, a solid metal sphere of radius 6 cm is melted and recast into solid cones of radius 6 cm and height 6 cm. Find the number of cones. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റേഡിയസ് ഓഫ് എ സിലിണ്ടർ, ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് അതിൻ്റെ ഹൈറ്റിന് ഈക്വൽ ആണ് എന്ന് തന്നു. ദെൻ അതിൻ്റെ റേഡിയസ് നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സിലിണ്ടറിൻ്റെ വോളിയം പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു പൈ ആർ ക്യൂബ്. ഇതുപോലെ ഈ തന്നിരിക്കുന്ന സോളിഡ്സിൻ്റെ, അതായത് കോൺ, ഹെമിസ്ഫിയർ, സ്ഫിയർ, ഇതിൻ്റെ എല്ലാം വോളിയം നമുക്ക് കാണണം. ഇവിടെ പൈ ആർ സ്ക്വയർ നമുക്കറിയാം, ഒരു സിലിണ്ടറിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയ, അതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ഹൈറ്റ് എന്നുള്ളത് r ആയിട്ടാണ് തന്നിരിക്കുന്നത്. If radius of the cylinder is equal to its height, so ആ ഹൈറ്റ് എച്ചും നമ്മൾ ആയിട്ട് എടുക്കുന്നു. സോ പൈ ആർ ക്യൂബ്. അതേപോലെ ഇവിടെ കോൺ, റേഡിയസ് ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഇസ് ഈക്വൽ ടു ആർ. സോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ കോൺ? ഒരു കോണിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്താണ്? നമുക്ക് 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എച്ച്. ദിസ് ഇസ് ദ വോളിയം. സോ 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ ബേസ് ഏരിയ ഇൻറ്റു എച്ച്. ഹിയർ എച്ച് നമുക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു ആർ. സോ അഗെയിൻ ആർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/3 പൈ ആർ ക്യൂബ്. 1/3 പൈ ആർ ക്യൂബ്. ദിസ് ഇസ് ദ വോളിയം ഓഫ് ദ കോൺ ഹിയർ. ഇനി ഒരു ഹെമിസ്ഫിയർ, ഇറ്റ്സ് റേഡിയസ് ഇസ് ആർ എന്ന് തന്നിട്ട് ഹെമിസ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്? നമുക്കറിയാം സ്ഫിയറിൻ്റെ വോളിയം. അഗൈൻ ഇവിടെ സ്ഫിയറിൻ്റെ വോളിയം കാണാം. നമുക്ക് ആദ്യം സ്ഫിയറിൻ്റെ, ഇഫ് ആർ ഇസ് ദ റേഡിയസ്, അതിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ആർ ആണെങ്കിൽ സ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്? 4/3 പൈ ആർ ക്യൂബ്. ഇനി ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ അർദ്ധഗോളം.
ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്ഫിയറിൻ്റെ ഹാഫ് പകുതിയാണ്. അപ്പോൾ ദിസ് 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ആയ, അപ്പോൾ 2/3 പൈ ആർ ക്യൂബ്, 2/3 പൈ ആർ ക്യൂബ്. ദിസ് ഇസ് ദ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയംസ് ഓഫ് ദി കോൺ, ഹെമിസ്ഫിയർ, സിലിണ്ടർ ആൻഡ് സ്ഫിയർ? എന്താണ് ഈ ഇതിൻ്റെ റേഷ്യോസ്? ഈ 4 സോളിഡ്സിൻ്റെ ഘനരൂപങ്ങളുടെ എന്താ പറയുക, റേഷ്യോസ് ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് സി, നമുക്കതിൻ്റെ വോളിയംസ് ഒന്ന് എഴുതാം. വോളിയംസ് ഓഫ് കോണിൻ്റെ വോളിയം ഇവിടെ എന്താണ്? 1/3 പൈ ആർ ക്യൂബ് ഈസ് ടു, ദെൻ ഹെമിസ്ഫിയർ 2/3 പൈ ആർ ക്യൂബ്, ദെൻ സിലിണ്ടർ വോളിയം പൈ ആർ ക്യൂബ്, then sphere 4/3 pi r cube. Now this here pi r cube common ആണ്, അതുകൊണ്ട് റേഷ്യോയിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്യുന്നു. സോ ദിസ് നൗ 1/3 is to 2/3 is to 1 is to 4/3. See 1/3 here, 2/3 ഇവിടെ pi r cube, 1 pi r cube, അതാണ് ഈ 1, then 4/3. Now this 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് 1 is to 2 is to, ഇവിടെ 3 ക്യാൻസൽ ചെയ്യുമ്പോൾ സി ഹിയർ 1 അല്ലെങ്കിൽ 1/3 നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 3 is to 4. So this is now 1 is to 2 is to 3 is to 4. This is the ratio of this. Okay. Now the second question. A solid metal sphere of radius 6 cm. 6 cm റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ, ഒരു ഗോളം, അതിനെ ഉരുക്കുന്നു, എന്നിട്ട് അതിനെ സോളിഡ് കോൺസ് ആയിട്ട് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 6 cm റേഡിയസ് ഉള്ള ഗോളം അല്ലെങ്കിൽ സ്ഫിയർ ഉരുക്കുമ്പോൾ എത്ര കോൺസ് നമുക്ക്, അതായത് 6 cm റേഡിയസ് ഉള്ള എത്ര കോൺസ് ലഭിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹൈറ്റ് ആൾസോ 6 cm. അപ്പോൾ ഇവിടെ ഈ പിന്നെ സ്ഫിയർ, സോളിഡ് സ്ഫിയർ അതിനെ മെൽറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ മെൽറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അതിനെ രൂപഭേദം വരുത്തുകയാണ്, അതിനൊരു കോൺസിൻ്റെ സോളിഡ് കോൺസ് ആക്കി മാറ്റുകയാണ്. പക്ഷെ അവിടെ അതിൻ്റെ ഒരു ഭാഗവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല. സെയിം വോളിയം തന്നെ ആയിരിക്കും. ഈ എത്ര കോൺസ് ഉണ്ടോ അത്രയും കോൺസിൻ്റെ വോളിയം കൂട്ടുകയാണെങ്കിൽ ഈ സ്ഫിയറിൻ്റെ വോളിയത്തിന്, വ്യാപ്തത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം 6 cm റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൻ്റെ വോളിയം എത്ര ഉണ്ടെന്നുള്ളത് കാണാം. ബി, വോളിയം ഓഫ് സ്ഫിയർ is equal to what? 4/3 pi r cube. So here into r is 6, so 6 cube. 4/3 pi into 6 cube. ഇതാണ്. Now ഇതിനെ റീകാസ്റ്റ് ചെയ്യുന്ന എന്തിലേക്ക്? ഒരു സോളിഡ് കോൺസിലേക്ക്. അപ്പോൾ എത്ര 6 cm ഹൈറ്റും 6 cm റേഡിയസ് ഉള്ള എത്ര കോൺസ് ലഭിക്കും എന്നുള്ളതാണ്. അതിൻ്റെയും ടോട്ടൽ, അതിൻ്റെയും വോളിയംസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് എത്ര കോൺസ് ഉണ്ട് എന്നറിയാൻ നമ്മൾ അതിൽ ഒരു കോൺസിൻ്റെ വോളിയം കൊണ്ട് ഈ സ്ഫിയറിൻ്റെ വോളിയത്തെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര നമ്പർ ഓഫ് കോൺസ് നമുക്ക് ലഭിക്കും. ഓക്കെ. സോ ഇനി വോളിയം ഓഫ് 1 കോൺ ഇസ് ഈക്വൽ ടു കോണിൻ്റെ 1/3 pi r cube. Here radius, both radius and height are equal, so again 6 cube. Now to get the number of cones, we divide the volume of this sphere by the volume of 1 cone. So number of cones is equal to
this 4 by 3 pi r or pi into 6 cube divided by 1 by 3 pi 6 cube. So pi 6 cube cancel. 3 cancels, remaining there 4. So number of cones is 4. Okay, this is the question. ഇവിടെ ഓർക്കേണ്ടത് ഈ മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഭാഗം ഒഴിവാക്കുന്നില്ല. അപ്പോൾ അത് രണ്ടിൻ്റെയും വോളിയം അവിടെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്ഫിയറിൻ്റെ വോളിയത്തെ ഒരു കോണിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് കോൺസ് ലഭിക്കും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 96 സെൻറ്റിമീറ്റർ ആൻഡ് ദ ഹൈറ്റ് ഈസ് 16 സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ ബേസിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 96 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ഹൈറ്റ്, ഉയരം 16 സെൻറ്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ്? ഒരു ബേസ് എഡ്ജിൻ്റെ ലെങ്ത് കാണുന്നു. സെക്കൻഡ്, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്? അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നെക്സ്റ്റ്, ഫൈൻഡ് ദി ലാറ്ററൽ സർഫസ് ഏരിയ, വക്രതല വിസ്തീർണം. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണുന്നത്. ഫസ്റ്റ്, ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 96. സ്ക്വയർ പിരമിഡ്, അപ്പോൾ അതിൻ്റെ ബേസ്, സ്ക്വയർ പിരമിഡ് ആകുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആയിരിക്കും. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 96. സി, ദ പെരിമീറ്റർ ഓഫ് ദിസ് സ്ക്വയർ ഈസ് ഗിവൺ ദ 96 സെൻറ്റിമീറ്റർ. നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എനി വൺ സൈഡ്, അല്ലേ? അതാണ് ബേസ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ്? സോ സി, ഇഫ് ഇറ്റ് ഈസ് എ, ഇഫ് ദി ബേസ് എഡ്ജ്, ഒരു ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 4a ആയിരിക്കും. അപ്പോൾ if it is 96, 4a is equal to 96. Okay, suppose if you take this a, then perimeter of the square pyramid is 4a. If a is the base edge, then perimeter of the square pyramid is 4a. Then here 4a is equal to 96. അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് 4a is equal to 96. That is, this implies a is equal to 96 divided by 4, which is equal to 24. 4 2 times, remainder 1, 16 in 16, 4 times. So 24 centimeter. This is the base edge, the length of a base edge, 24. Yes, okay. Next question, what is the slant height? ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? സി, നമുക്കതിൻ്റെ ഒരു ലാറ്ററൽ ഫേസ് എടുക്കാം. ദിസ് ഇസ് ദ വൺ ലാറ്ററൽ ഫേസ്. നൗ ദെൻ ദിസ് ഡിസ്റ്റൻസ്, ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ഈ ലൈനാണ് അവിടെ സ്ലാൻഡ് ഹൈറ്റ്. സോ ദിസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, സോ ഹിയർ വി ആർ ഗിവൺ ദാറ്റ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 16 centimeter. So we have to find out this distance, that is slant height. We are given the height of the pyramid, so we have to imagine, നമുക്കത് അതിൻ്റെ ചിത്രം ഒന്ന് മനസ്സിൽ കാണണം. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ. ദെൻ ആ ഹൈറ്റ് എന്ന് പറയും, ആ ഹൈറ്റിൽ നിന്ന്, ഇതാണ് ഹൈറ്റ്. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ദെൻ ആ ഹൈറ്റ് 16 സെൻറ്റിമീറ്റർ, അതിൽ നിന്ന് അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സൈഡുണ്ട്, ഈ ലെങ്ത്ത്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം. ദാറ്റ് ഈസ് നൗ ദ ടോട്ടൽ ബേസ് എഡ്ജ് ഈസ് 24. സോ ഇറ്റ്സ് ഹാഫ്, ഇറ്റ് ഈസ് 12. സോ ദാറ്റ് ഫിഗർ ഈസ് നൗ ലൈക്ക് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അല്ലേ? ഒരു മട്ടത്രികോണം പോലെ ആയിരിക്കും ആ ഒരു ഫിഗർ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ മട്ടത്രികോണത്തിൻ്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസ് ആയിരിക്കും. സോ ആ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസ് ഇസ് ഈക്വൽ ടു ദിസ് 12 square plus this height, that is 16 square. Okay, so B, slant height.
L is equal to square root of that 16 square plus 12 square, that is 16 to 56 plus 12 square 144. Now this is equal to square 400, which is equal to 20. So the slant height is 20 centimeter. Okay, now find the lateral surface area C. That is very simple. Lateral surface area, വക്രതല വിസ്തീർണം കാണുന്നതിനുള്ള സൂത്രവാക്യം 2AL. Here 2 into A we are given 24 into L now we got 20. So this is equal to 2 into 24, 48 into 20. So this is 960 centimeter square. This is the lateral surface area അല്ലെങ്കിൽ വക്രതല വിസ്തീർണം. ഓക്കെ, 2018 പരീക്ഷയിൽ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ പിക്ചർ ഷോസ് ദ ഷേപ്പ് ഓഫ് എ ബോയിലർ. ഇത് ഒരു ബോയിലറിൻ്റെ പിക്ചറാണ്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബോയിലർ ഈസ് 12 meter. Diameter is 6 meter. Height of the cylindrical part is 6 meter. Then what is the height of the cone? ഇവിടെ നമുക്കൊരു ബോയിലറിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ഈസ് ഗിവൺ ദർ. നമുക്ക് തന്നിട്ടുണ്ട് 12 meter. ഇനി വൺ മോർ തിങ്, the diameter of is 6 meter. Diameter means this diameter of the boiler is 6 meter. Then the height of the cylindrical part, that is this part, cylindrical part is also given there. It is 6 meter. Now what is the height of the cone? This we have to find out. First question, what is the height of the cone? Total height is 12 meter. So height of the cylindrical part is equal to total height, that is 12 meter minus ഈ ഹൈറ്റ് നമുക്ക് കുറക്കണം, that is 6 meter. Then this height, ഈ ഒരു height, this is a hemispherical shape അല്ലേ. ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ആകുമ്പോൾ ഇവിടെ ഇറ്റ്സ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ 6 meter. സോ ഈ റേഡിയസ് എത്ര ആയിരിക്കും? ഇതെല്ലാം റേഡിയസ് ആണ്, ഈ ഹൈറ്റ് റേഡിയസ്. ഈ ഡയമീറ്റർ 6 meter ആണെങ്കിൽ റേഡിയസ് 3 meter. സോ ദിസ് ഇസ് ദ റേഡിയസ്. സോ ദിസ് ആൾസോ 3 meter. സോ ആ ഒരു 3 meter നമുക്ക് ഈ 6ൻ്റെ കൂടെ 12ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, that is 12 minus 6 minus 3 എത്രയാണ്? is equal to 3 meter. 12 minus 9 is equal to 3 meter. So the height of the cylindrical part is 3 meter. Okay, now how many liters can the boiler hold? ഈ ബോയിലറിന് എത്ര ലിറ്റേഴ്സ് വെള്ളം, അതിൻ്റെ കപ്പാസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, 1 meter cube is equal to 1000 liters. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ കപ്പാസിറ്റി കാണുന്നതിന് ആദ്യം നമ്മൾ ഈ ഒരു ബോയിലറിൻ്റെ വോളിയം കാണണം. ഇനി ഇതിൻ്റെ വോളിയം കാണാൻ ഈ ഒരു ബോയിലർ എന്ന് പറഞ്ഞാൽ ഇത് 3 സോളിഡ് ഷേപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 3 സോളിഡ് ഷേപ്പിൻ്റെയും വോളിയം നമ്മൾ ആഡ് ചെയ്യണം. ഒന്ന് ഇതൊരു കോൺ, ദെൻ ഒരു പിന്നെ സിലിണ്ടർ, ദെൻ ഒരു ഹെമിസ്ഫിയർ. അപ്പോൾ ഈ 3 സോളിഡ് ഷേപ്പിൻ്റെയും വോളിയം നമുക്ക് കാണണം. ആ 3 ഷേപ്പിൻ്റെയും ടോട്ടൽ വോളിയം ആയിരിക്കും ഈ ഒരു ബോയിലറിൻ്റെ ടോട്ടൽ വോളിയം. സോ ഫസ്റ്റ് ദിസ് ഹെമിസ്ഫിയർ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ? 2/3. സോ വോളിയം ഓഫ് ദി boiler is equal to volume of hemisphere plus volume of cylinder
plus volume of this cone. Now this is equal to volume of hemisphere is 2 by 3 pi r cube plus volume of cylinder pi r square h plus volume of cone 1 by 3 pi r square h. So this is equal to ഇവിടെ എല്ലാ ടേംസിലും ഇപ്പം 2 by 3 pi r cube pi r square h 1 by 3 pi r square h. ഇവിടെ മൂന്ന് ടേമിലും പൈ കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ പൈ നമുക്കൊരു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. Then 2 by 3 into here r cube. What is the radius here? 3 meter. So 3 cube plus then r square. Here also radius is so 3 square into h. H is 6 plus 1 by 3 into r square. Radius 3 square into, in that case h is here again 3. So this is equal to pi into this one cancelled. So 2 into 3 square now plus then this is now 9 into 6 plus 1 3 3 cancel again 9. Now which is equal to pi into 2 into 3 square. 3 square is 9. 2 into 9 18 plus 9 into 6 54 plus 9 which is equal to 81. Then pi 81 pi is the volume of the boiler. So 81 pi which is equal to, now 81 into pi, we multiply this pi, we know pi is equal to 3.14. So the answer 81 into 3.14 is equal to 254.34. This is the volume of meter cube. This is the volume of the boiler. Now we have given that 1 meter cube is equal to 1000 liter. So the capacity of the boiler is equal to 254.34 into 1000. Since 1 meter cube, ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. സോ അതിൻ്റെ കപ്പാസിറ്റി ഇൻറ്റു 1000. ദിസ് ഇസ് ഈക്വൽ ടു 25440 liters of water. So the boiler can hold this amounts of liters of water. Okay. So thank you.